പണം ആകാശത്ത് നിന്ന് വീഴില്ലല്ലോ, മരത്തിലും കായ്ക്കില്ല. എന്താകിൽ നിന്റെ ഏട്ടനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഞാൻ എങ്ങനെ സംസാരിക്കണമെന്ന് പോലും നിങ്ങളാ ഡിസൈഡ് ചെയ്യുന്നല്ലേ? എന്തു പറ്റി അഖില നിനക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന എന്തിനാ? അവൻ പറയുന്നതിൽ എന്ത് തെറ്റാണുള്ളത് ഭാവനെ? അവൻ ഇവന്റ് ചെയ്യാനായിട്ട് പണം കൊടുക്കുന്നില്ല. വന്ന ഇവന്റും അഭി തട്ടിയെടുത്തു. ഗർഭിണിയായിരിക്കുന്ന ഭാര്യ വളരെയധികം ആഗ്രഹിച്ച് പുറത്ത് കൂട്ടിക്കൊണ്ടുപോകാൻ പറഞ്ഞാൽ അതിന് പോലും പറ്റാത്ത അവസ്ഥയിൽ അകലെ നിൽക്കുന്നേ. സ്ഥലം വിട്ടിട്ട് അവനൊന്ന് രക്ഷപ്പെടട്ടെന്ന് വിചാരിച്ച എന്താ അതിനിപ്പോ തെറ്റ്? ഏട്ടൻ എന്തൊക്കെയാ പറയുന്നേ? എന്താടാ അഭി, നിനക്കും നിന്റെ ഭാര്യയ്ക്കും ഇവര് പറയുന്നൊന്നും ഇഷ്ടപ്പെടുന്നില്ലേ? അവർക്കൊരു ന്യായം, നിങ്ങൾക്കൊരു ന്യായം അല്ലേ? നിന്നെപ്പോലെ അവര് രണ്ടുപേരും ഈ വീട്ടിലെ കുട്ടികൾ തന്നെയാ, പുറത്തുനിന്ന് വന്നവരൊന്നും അല്ല. ഇളയമ്മേ, വെറുതെ അനാവശ്യം പറയരുത്. അഖിൽ എന്തോ വിഡ്ഢിത്തരമായി ചിന്തിക്കുന്നു. ഏട്ടനാണെങ്കിൽ എന്തോ ആവേശത്തിൽ സംസാരിക്കുന്നു. അപ്പൊ നിന്റെ പ്ലാൻ എന്താ അഭി? അകലിന് വേണ്ടി നീ എന്ത് ചെയ്തു? ഞാനൊരു ഓഫീസ് എടുത്തിട്ടുണ്ട്. 10 ലക്ഷം രൂപ ഡെപ്പോസിറ്റും ചെയ്തിട്ടുണ്ട്. കൂട്ടത്തിൽ ഒരു ഈവന്റും ഞാൻ അവന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ എഗ്രിമെന്റ് പേപ്പേഴ്സ്. ഈ കാര്യം ഇന്നലെ പറയണമെന്ന് വിചാരിച്ചതാ, പക്ഷെ ഇന്ന് പറയാൻ കരുതി മിണ്ടാതിരുന്നു. ഞാൻ പുറത്തു പോയത് തന്നെ ഇതിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു. നിന്നെക്കുറിച്ചും കാർത്തികയെക്കുറിച്ചും ഞങ്ങളൊരു തീരുമാനം നേരത്തെ എടുത്തിരുന്നു. നിനക്ക് സ്വന്തമായിട്ടൊരു ഓഫീസും ഇവന്റ്സും ഒക്കെ ഉണ്ടായിരിക്കണമെന്ന് ഏട്ടൻ നേരത്തെ തീരുമാനം എടുത്തിരുന്നു. എക്സ്പീരിയൻസ് ഇല്ലാതെ ഈവന്റ് ചെയ്താൽ ലോസ് ആകുമോ എന്ന് വിചാരിച്ചതല്ലാതെ നിന്നെ ഹേർട്ട് ചെയ്യണമെന്ന് ഒരിക്കലും ഞാൻ കരുതിയിട്ടില്ല. ഇതാ വാങ്ങിച്ചോ. കഷ്ടപ്പെട്ട് സ്വയം മുന്നേറ്. ഒരേട്ടനായിട്ട് എന്റെ സപ്പോർട്ട് എന്നും നിനക്കുണ്ടാവും. നീ നന്നാവുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞങ്ങളായിരിക്കും അഖിൽ. നിന്റെ സന്തോഷം ഞങ്ങൾക്ക് വലുത്.
ഇനി നിങ്ങളുടെ ഭിക്ഷയും ദയയും കാരുണ്യവും ഒന്നും എനിക്ക് ആവശ്യമില്ല. ഇനിയും നിങ്ങളുടെ കാല് കഴുകിയ വെള്ളം കുടിക്കേണ്ട അവസ്ഥ എനിക്ക് ഒരിക്കലും ഉണ്ടാവരുത്. നിങ്ങൾ ബാക്കി വച്ചിട്ട് പോയി എച്ചിൽ ചോറ് കഴിച്ച് ജീവിക്കേണ്ട ആവശ്യമൊന്നും ഇനി ഈ അഖിലിനില്ല. അഖിൽ, എന്നോട് കിടന്ന് ചാടണ്ടമ്മേ. അച്ഛനോട് പറഞ്ഞ് ആ സൈറ്റ് എന്റെ പേരിലാക്കിത്താ. മിസ്റ്റർ ജഗന്നാഥൻ, ഞങ്ങൾക്ക് അല്പം സംസാരിക്കാനുണ്ട്. നിങ്ങൾ പൊയ്ക്കോളൂ. ശരിയെന്ന്. നിക്ക് സാർ. സ്വത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാതെ ലോയർ സാറിന് എന്തിനാ പുറത്തേക്ക് പോകാൻ പറയുന്നേ? ഇവിടെ എന്റെ വാക്കിന് ഒരു വിലയുമില്ലേ? ആദ്യം നിനക്ക് മുതിർന്നവരായവരെ ബഹുമാനിക്കാൻ പഠിക്ക. ലോയർ ഇവിടുന്ന് പൊയ്ക്കോളൂ. നിന്റെ അച്ഛനെയും ഏട്ടനെയും ഒക്കെ എതിർത്ത് സംസാരിക്കുന്നോ? എവിടുന്ന് കിട്ടി നിനക്ക് ഈ ധൈര്യം? നിന്നെക്കാളും മുതിർന്നവരായ നിന്റെ ഏട്ടന്മാര് പോലും സ്വത്ത് ഇതുവരെ ചോദിച്ചില്ലല്ലോ. പിന്നെ നിനക്കെന്താ ഇപ്പോ? അവര് സമ്പാദിക്കല്ലേ എടുത്തി, അവരെന്തിനാ സ്വത്ത് ചോദിക്കുന്നേ? അവന് സ്വയം സമ്പാദിക്കാനായിട്ട് അബി എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അഖിലേട്ട് സ്വത്ത് ഭാഗം വെക്കുന്ന കാര്യം പറയുമ്പോ അഭിയേട്ടൻ ഓഫീസ്, ഡിപ്പാർട്ട്മെന്റ്, ഈവന്റ് അങ്ങനെ എന്തൊക്കെയോ പറയൂ അമ്മേ. ഈ കാര്യത്തെ പറ്റി ഇന്നലെ ഏട്ടൻ പറയണമെന്ന് കരുതിയതാ കാർത്തിക, ഇപ്പോഴല്ല. ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഏടത്തി. വളരെ നല്ല കാര്യം ചെയ്തു വച്ചിരിക്കുന്നേ. നിങ്ങൾ ഒറ്റ ഒരുത്തി കാരണമാ ഇപ്പൊ ഞാൻ ഈ കിടന്ന് അനുഭവിക്കുന്നതൊക്കെ. അതുപോലെ ഒരുപാട് സന്തോഷമുണ്ട് ഏട്ടാ. ഞാനല്ലടാ, അഭി നിനക്ക് 2 എണ്ണം തരണായിരുന്നു. നിന്നോട് അവനുള്ള സ്നേഹം കാരണമാ അടിക്കാതെ അവൻ നിന്നെ വെറുതെ വിട്ടത്. നീ എന്തിനാടാ ഇങ്ങനെ എല്ലാരും തെറ്റിദ്ധരിക്കുന്നത്? ഞങ്ങൾ നിനക്ക് എന്ത് കുറവാ ഇവിടെ വരുത്തിയത്? നിന്റെ ഏട്ടന്മാരെ വളർത്തിയത് പോലെയല്ലേ നിന്നെ ഞങ്ങൾ വളർത്തിയത്. പിന്നെ നീ എന്തിനാടാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഓരോ തവണയും നീ സംസാരിക്കുന്നത് കേൾക്കുമ്പോ എനിക്കാകെ പേടിയാവുക. നീ ശരിക്കും എന്റെ മകൻ തന്നെയാണോന്ന് സംശയം തോന്നുക. ജയന്തി, വേണ്ട ജയന്തി. ആവേശത്തിൽ എടുത്തു ചാടി നീ വെറുതെ മനസ്സ് വിഷമിപ്പിക്കരുത്. എന്റെ മനസ്സിന് ഒരുപാട് വേദന തോന്നുക. എങ്ങനെയുള്ള വീടായിരുന്നു, എങ്ങനെയുള്ള കുടുംബമായിരുന്നു, എത്ര നന്മയുള്ള ആളുകളായിരുന്നു. ഇപ്പൊ എല്ലാം മാറിപ്പോയിരിക്കുക. ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് വിഷമം സഹിക്കുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വിഷമങ്ങളേ ഉള്ളൂ. എന്റെ വേദന എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. അമ്മ പറഞ്ഞത് സത്യം തന്നെയാ അമ്മേ. ഞാൻ നിങ്ങൾക്ക് മകനായി ഒരിക്കലും ജനിക്കാൻ പാടില്ലായിരുന്നു. ഈ വീട്ടില്
ഈ നിൽക്കുന്ന ഏട്ടന് അനിയനായിട്ട് ഒരിക്കലും വരാനും പാടില്ലായിരുന്നു. വലിയ തെറ്റാ ഞാൻ ചെയ്തത്. അതാ ഈ അനുഭവിക്കുന്ന മുഴുവനും. നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഈ ജോലി ഒന്നും ചെയ്യേണ്ടത് എത്ര വട്ടം പറഞ്ഞാലും നീ കേൾക്കില്ല. അത് സാരമില്ല ചേച്ചി. എന്ത് സാരമില്ലെന്ന്? നീ ഗർഭിണിയാണ്, പടി കയറാൻ പാടില്ല, വെയിറ്റ് എടുക്കാൻ പാടില്ല എന്നൊക്കെ അറിയില്ലേ നിനക്ക്? അതിനേക്കാളും വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളാ എന്റെ മനസ്സമാധാനം കളയുന്നത് ചേച്ചി. ഈ അഖിൽ എന്തിനാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏട്ടൻ അഖിലിന്റെ നല്ലതിന് വേണ്ടിയാ ചെയ്തതെല്ലാം. അഖിലിന് സ്വന്തമായിട്ടൊരു ഓഫീസും കൊടുത്ത് 10 ലക്ഷം രൂപ അവന് സഹായം കൊടുത്ത് ഒരു ഇവന്റും കൊടുക്കാൻ തീരുമാനിച്ചത് ഏട്ടൻ. പക്ഷേ അഖിൽ ഏട്ടനെ ആകെ തെറ്റിദ്ധരിച്ചിരിക്കുക. അഖില് മാത്രമല്ല, നിന്റെ ഭാസ്കരേട്ടനും അഭിയെ ഒരുപാട് തെറ്റിദ്ധരിച്ചിരിക്കുക. കുറച്ചായി ഏട്ടൻ അഖിലിന്റെ ഭാഗത്തേക്ക് മാറുക. അത് ആലോചിക്കുമ്പോഴെനിക്ക് പേടിയാവുന്ന. ഈ പ്രശ്നങ്ങളൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുന്ന ഒരു പിടിയും കിട്ടുന്നില്ല ചേച്ചി. എന്റെ മനസ്സാകെ വേദനിച്ചിരിക്കുക ചേച്ചി. എല്ലാം അഭി നോക്കിക്കൊള്ളും വസു. ഈ പ്രശ്നത്തിന് എങ്ങനെ പരിഹാരം കാണണമെന്ന് അഭിക്ക് നന്നായി അറിയാം. ഇനി ആരെന്തൊക്കെ ഇവിടെ പറഞ്ഞാലും ഈ വീടിന്റെ നിലനിൽപ്പിന് കാരണം അഭിയാണ്. ഇതുപോലുള്ള എത്രയോ പ്രശ്നങ്ങൾ അഭി ജീവിതത്തിൽ നേരിട്ടിട്ടുണ്ട്. നീ കൂടുതലൊന്നും ആലോചിച്ച് നിന്റെ മനസ്സമാധാനം കളയണ്ട. വീട്ടിലൊരു പ്രശ്നം നടക്കുമ്പോ എങ്ങനെ ചേച്ചി ഞാൻ സമാധാനമായിട്ടിരിക്കുക? പുറത്തെ എന്തെങ്കിലും പ്രശ്നമായിരുന്നെങ്കിൽ ഏട്ടൻ അത് മാനേജ് ചെയ്തേനെ. ഇതിപ്പോ വീടിനുള്ളിൽ തന്നെ പ്രശ്നമാകുമ്പോ ഏട്ടനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂന്നാ? നിനക്ക് അഭിയെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല വസു. ആരെ എങ്ങനെ ഡീൽ ചെയ്യണമെന്നൊക്കെ അഭിക്ക് നന്നായിട്ട് അറിയാം. പാവം, ഇതിനിടയിൽ അച്ഛനും അമ്മയും ഒരുപാട് മനസ്സ് നൊന്തിരിക്കുക. അവരെക്കുറിച്ച് ഓർക്കുമ്പോ എന്റെ വിഷമം കൂടിക്കൊണ്ടിരിക്കുക. ഞാനും അവരെക്കുറിച്ച് തന്നെ ആലോചിക്കുന്ന വസു. ആണുങ്ങൾക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം. അച്ഛനും അമ്മയ്ക്കും ധൈര്യം കൊടുക്കേണ്ടത് നമ്മളാ. അത് തന്നെ ചേച്ചി ഞാനും ആലോചിക്കുന്നേ. നമ്മളൊന്ന് ഒരുമിച്ച് നിന്നാ അച്ഛനും അമ്മയ്ക്കും ഒരാശ്വാസം ഉണ്ടാകും ചേച്ചി. വീണ്ടും ഒരു പ്രശ്നം നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ചേച്ചി. രാമോഹൻ, ആ എടാ പുരുഷോത്തമ, എത്ര നാളായടാ നിന്നെ ഒന്ന് കണ്ടിട്ട്. വാ ഇരിക്കെ. അമേരിക്കയിൽ നിന്ന് നീ എപ്പോഴാ എത്തിയേ? ഇന്നലെ രാത്രി എത്തിയേ. പിന്നെ എങ്ങനെയൊക്കെ ഉണ്ടടാ? ഫസ്റ്റ് ക്ലാസ് ആയിട്ടിരിക്കുന്നു. ആ ജയന്തി, ഇതാരാ വന്നിരിക്കുന്നു നോക്ക്. സുഖായിരിക്കുന്നു ചേട്ടാ. സുഖായിരിക്കുന്നു. ചേച്ചിക്കും കുട്ടികൾക്കും ഒക്കെ സുഖമല്ലേ? അവര് വന്നിട്ടുണ്ടോ? ഇല്ല, കുട്ടികൾക്ക് ലീവ് കിട്ടിയില്ല.
അവിടെ ആരെയും വിട്ടിട്ട് വരാൻ പറ്റില്ലെന്ന് കുട്ടികൾ പറഞ്ഞു. അപ്പൊ ഞാനിങ്ങ് പോന്നു. ആ അമേരിക്കയിലെ ബിസിനസ് ഒക്കെ എങ്ങനെ? അവിടെ ഒരു ആശുപത്രി കൂടി ആരംഭിച്ചെന്ന് കേട്ടു. നിറയെ സമ്പാദിക്കുകയാണല്ലേ? അങ്ങനെയൊന്നും ഇല്ലടാ. ഭാവനെ കോഫി കൊണ്ടുവാ. ദാ വരുന്നു മേ. ആ സുമംഗലേ, സുഖാണോ? നിന്റെ രണ്ടാം കല്യാണം കഴിഞ്ഞെന്ന് ഞാൻ കേട്ടല്ലോ. എന്റെ ചേട്ടൻ ആദ്യം അനുവദിച്ചാലല്ലേ ഇതൊക്കെ നടക്കൂ. ആ, ഇതെന്റെ മൂത്ത മരുമകൾ ഭാവനയാടാ. നമസ്കാരം. ചെറുതിലേ ഉള്ള കൂട്ടുകാരനാ മോളെ. ഇതെന്റെ രണ്ടാമത്തെ മരുമകൾ വസുന്ധര. നമസ്കാരം അങ്കിൾ. നമസ്കാരം മോളെ. ജയന്തി, കാർത്തിക എവിടെ? ദാ വന്നല്ലോ. ആ, എന്റെ മൂന്നാമത്തെ മരുമകൾ കാർത്തിക. നമസ്കാരം. മൂന്നാമത്തെ മരുമകൾ. ആ, കോഫി കുടിക്കടാ, അത് തണുത്തൂല്ലേ? ആ, തീർച്ചയായിട്ടും കഴിച്ചിട്ടേ പോകാവുള്ളൂ. അതല്ലടാ, നിന്റെ മൂന്നാമത്തെ മരുമകൾ. കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. ഭാവനെ, വസു, ആഹാരത്തിനുള്ള ഏർപ്പാടൊക്കെ ചെയ്യും. കാര്യമുണ്ടോ? ഉണ്ട്, പക്ഷെ അത് അത്ര അത്യാവശ്യമുള്ള കാര്യമൊന്നുമല്ല. എടാ, നീ പോയി നിന്റെ ജോലിയൊക്കെ തീർത്തിട്ട് വാ. പിന്നെ ഒരു ദിവസം നമുക്ക് കാണാം. എനിക്കും ഓഫീസിൽ പോകേണ്ടതുണ്ട്. അതല്ലടാ, ഞാൻ ചോദിച്ച കാര്യം. നീ ഇങ്ങോട്ട് വന്നേ, പറയാം. നീ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നേ? അന്ന് നമ്മുടെ ഹോസ്പിറ്റലിൽ വെച്ചല്ലേ ജയന്തിക്ക് കുട്ടികൾ ജനിക്കാത്തതുകൊണ്ട് ഫാമിലി പ്ലാനിംഗ് ഓപ്പറേഷൻ ചെയ്തത്? അന്ന് നിനക്ക് 2 കുട്ടികളല്ലായിരുന്നോ? ഇപ്പൊ മൂന്നാമത്തെ പയ്യൻ എപ്പോ ജനിച്ചു, എങ്ങനെ ജനിച്ചു? ആ കാര്യം ഓർത്തു തന്നെയാടാ ഞാൻ ഇത്രയും ടെൻഷൻ അടിക്കുന്നേ. ഞങ്ങൾക്ക് ജനിച്ചത് 2 കുട്ടികൾ തന്നെയാ. മൂന്നാമത്തെ കുഞ്ഞിനെ എടുത്തു വളർത്തിയതാ. ഈ കാര്യം ആരോടും പറയാൻ നിൽക്കില്ലടാ. ഇപ്പൊ തന്നെ വീട്ടിൽ ആവശ്യത്തിന് പ്രശ്നങ്ങളുണ്ട്. ഈ മൂന്നാമത്തെ കുഞ്ഞിന്റെ കാര്യം വീട്ടിൽ ആർക്കും അറിയില്ല. എന്നാലും 2 ആൺകുട്ടികളുള്ളപ്പോ മൂന്നാമതൊരു കുട്ടി എടുത്തു വളർത്തിയോ? ആ മൂന്നാമത്തെ മകനാരാ? ആ കാര്യമെല്ലാം ഞാൻ നിന്നോട് പിന്നീട് പറയാം. നിന്നോട് ഇങ്ങനെ പോകാൻ പറയുന്നതിൽ ഐ എം വെരി സോറിടാ. പുറത്തെവിടെങ്കിലും വെച്ച് നമുക്ക് കാണാം. ശരി, എന്നാ നീ പൊയ്ക്കോ, കയറ്. ആ, ചേട്ടൻ എവിടെ പോയി? ആര്? പുരുഷോത്തമൻ ചേട്ടൻ. ആ, അവനോ? അവന് എന്തോ അത്യാവശ്യ കാര്യമുണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ പോയി. അല്ല, അങ്കിളായിട്ട് പോയതാണോ അതോ അച്ഛൻ
ഞാൻ ഡള്ളായില്ലല്ലോ, സന്തോഷമായിട്ടായിരിക്കുന്നേ. ഒരുപാട് വർഷത്തിന് ശേഷം എൻ്റെ ക്ലാസ്മേറ്റിനെ കണ്ടതല്ലേ. അങ്ങനെയാണോ? ഭാസ്കരേട്ടാ, അഭിയേട്ടാ, എല്ലാരും ഒന്ന് വന്നേ. ഇപ്പൊ എന്തിനാ നീ ഏട്ടന്മാരെ വിളിച്ചത് അഖിൽ? വീണ്ടും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണോ? പ്രശ്നമൊന്നും അല്ലമ്മേ, ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാ. അതെന്ത് കാര്യമാണെങ്കിൽ? നമ്മൾ 3 പേരില് അമ്മയുടെ അച്ഛന്റെ സ്വന്തം മക്കൾ ആരാണെന്നും വളർത്തു മകൻ ആരാണെന്നുള്ള കാര്യം